സൗമ്യ വധക്കേസ് എന്ന് പറയുന്നത് കേരളം ഞെട്ടിയ ഒരു ബലാത്സംഗ കേസാണ്. കാരണം ഡൽഹിയിലെ നിർഭയ കേസൊക്കെ പോലെ കേരളത്തിൽ വലിയ ജനരോഷമുണ്ടായ കേസായിരുന്നു. ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ പീഡനത്തിന് ഇരയാവുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയും ട്രെയിനിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തു. അതിൽ വളരെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് 2011 ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഗോവിന്ദസ്വാമി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അത്തരത്തിൽ വധശിക്ഷ വിധിച്ച കേസാണ്. അങ്ങനെ ഒരു പ്രതി, വളരെ ഗൗരവമുള്ള കേസ്, അതുമാത്രവുമല്ല അത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനമാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാത്രിയോടുകൂടി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ജയിലിൽ നിന്നുള്ള വിവരം ലഭ്യമാവുന്നത്. ഏതായാലും പോലീസും അതുപോലെ തന്നെ ജയിൽ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗോവിന്ദസ്വാമി പുറത്തേക്ക് കടന്നത്, ഈ കണ്ണൂർ വിട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത്. കാരണം ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജില്ലാ അതിർത്തിയിലേക്കും സംസ്ഥാന അതിർത്തിയിലേക്കുമെല്ലാം വിവരം കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ല വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറിയിട്ടുണ്ട്.